ഏലിയാസ് ദൈവമോശക്കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് നാം ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ തിരുവചന ഭാഗം ഏലിയാസ് ദൈവമോശക്കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ ഒരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് കാണുക. പുത്രനെയും കൊണ്ട് ഒരു പിതാവ് തൻ്റെ മകന് അപസ്മാരമാണ്, അവനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ശിഷ്യന്മാരെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശുനാഥൻ്റെ അടുത്തേക്ക് ആ പിതാവ് ഈ മകനെയും കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഇവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു, ഇവൻ അപസ്മാരം പിടിപെട്ടിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന്. അപ്പോൾ യേശുനാഥൻ അവരുടെ വിശ്വാസക്കുറവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാണ്, വഴി പിഴച്ചതും വിശ്വാസമില്ലാത്തതുമായ തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. അതിനുശേഷം ആ അപസ്മാര രോഗി യേശുനാഥൻ സുഖപ്പെടുത്തി അയച്ചു. യേശുവും ശിഷ്യന്മാരും തനിയായിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു, എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ആ അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ കഴിയാതെ പോയതെന്ന്. യേശുനാഥൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസക്കുറവുകൾ തന്നെയെന്ന്. അതിനുശേഷം യേശു തമ്പുരാൻ അവരോട് പ്രകാരം പറയുകയാണ്, നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി മറ്റൊരു സ്ഥലത്ത് പതിക്കുക എന്ന് പറഞ്ഞാൽ അതനുസരിക്കുമെന്ന്. ഈ മലയോട് മാറി മറ്റൊരു സ്ഥലത്ത് പതിക്കുക എന്ന് പറഞ്ഞാൽ അതനുസരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ന്യൂജൻ ജനറേഷൻ്റെ കാലഘട്ടത്തിലാണ്. വിശ്വാസത്തിന് അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ദൈവത്തെയും ദൈവചിന്തയും മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. നമുക്കറിയാം, ശാസ്ത്രത്തിന് എല്ലാ സ്ഥലത്തും എത്തിച്ചേരാൻ സാധിക്കും. മനുഷ്യത്തിച്ചേരാൻ സാധിക്കാത്ത അസാധ്യമായത് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അതുകൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ കൊറോണ വൈറസ് ഒത്തിരിയേറെ ആളുകൾ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയായിരുന്നു. പള്ളിയിൽ വരണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. വീട്ടിലിരുന്നാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. അതോടൊപ്പം തന്നെ ആത്മീയ ഗുരുക്കന്മാരെന്ന് ചിന്തിക്കുന്ന പലരും വേണ്ട വിധത്തിൽ തൻ്റെ ജനത്തിന് അജഗണത്തിന് ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചോ പറഞ്ഞു കൊടുക്കാത്തതും വേണ്ടാത്ത ചിന്തകളിലൂടെ നയിക്കുന്നതും അങ്ങോട്ട് തിരിയണമോ ഇങ്ങോട്ട് തിരിയണമോ ആര് തിരിയണം എപ്പോൾ തിരിയണം എന്നുള്ള ചിന്തയൊക്കെ ദൈവജനത്തെ വിശ്വാസം അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. നമുക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. സത്യത്തിനൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണോ എൻ്റെ വിശ്വാസം? നാം വിശ്വാസത്തെ ആഴപ്പെടുത്താൻ ശ്രമിക്കാം. വിശ്വാസം ആഴപ്പെട്ടാൽ നമുക്ക് സാധ്യമല്ലാത്തതൊന്നും തന്നെയില്ല. വിശ്വാസമാണ് എല്ലാം. നമുക്ക് വിശ്വാസത്തിൽ വളരാൻ ശ്രമിക്കാം, മറ്റുള്ള വളർത്താൻ ശ്രമിക്കാം. അങ്ങനെ സൗഖ്യവും ശാന്തിയും നേടാൻ നമുക്ക് വേണ്ടി നാഥനോട് പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.